ശ്രീ ജോർജ് പൊടിപ്പാറ ഇപ്പോൾ പറന്നുയരാൻ ആഗ്രഹിക്കുന്ന പക്ഷിയാണ്, ആകാശം എല്ലാവർക്കും ഉള്ളതാണെന്നൊക്കെ അദ്ദേഹം നേരത്തെ ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അദ്ദേഹം ഇങ്ങനെ പറന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പാർട്ടി ഒരു തരത്തിലും പിടികൂടാൻ ശ്രമിക്കുന്നില്ല. അത് പാർട്ടിയുടെ ഒരു തന്ത്രമായിട്ടാണോ താങ്കൾ അതിനെ കാണുന്നത്? ഇങ്ങനെ അലോസരമുണ്ടാക്കി പുറത്താക്കട്ടെ എന്ന് തരൂർ ആഗ്രഹിക്കുന്നു, പക്ഷേ പോകുന്നത്ര പോകട്ടെ എന്ന് പാർട്ടിയും കാത്തിരിക്കുന്നു. അതൊരു സമയമെടുക്കലാണോ? പാർട്ടിക്ക് അനുയോജ്യനായ തരൂറിന് പകരക്കാരനെ കണ്ടെത്താനുള്ള സമയമെടുക്കൽ, അങ്ങനെ പാർട്ടിയെ മോശമാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അദ്ദേഹത്തിന് പിന്നാലെ പോകാനും അണികൾ ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അവസരത്തിനാണോ പാർട്ടി കാത്തിരിക്കുന്നത്? സ്മൃതി, ഇതിനകത്ത് പാർട്ടി വളരെ തന്ത്രപരമായൊരു സമീപനം എടുക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. കാരണം തരൂർ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ തുടർച്ചയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ, പ്രയോഗങ്ങൾ, ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഈ ലേഖനം, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തോന്നുന്നത് തരൂർ ആഗ്രഹിക്കുന്നത് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ BJP അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അക്കോമഡേഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ടാകാം. അതൊരു പക്ഷേ UN ഒരു ബർത്താകാം, അല്ലെങ്കിൽ അവിടെ ഒരു ഇന്ത്യൻ പ്രതിനിധിയായിട്ടോ അതല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ എന്നുള്ള ഉറപ്പ് വല്ലതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷേ കാര്യമായ എന്തോ ഓഫർ അദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറായിട്ടോ അങ്ങനെ ഏതെങ്കിലും വലിയ സ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ കവറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓഫറുകൾ ഇല്ലെങ്കിൽ തരൂർ ഇങ്ങനെ ചെയ്യും എന്ന് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമും ശ്രീ ചേക്കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം നല്ല ലക്ഷണയുക്തമായ ഒരു ക്ലൈംബറാണ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അദ്ദേഹം കരിയറിലുടനീളം കാണിക്കുന്നത് ഈ ക്ലൈംബറിൻ്റെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ. ആരെയൊക്കെ ഉപകാരം ചെയ്തവരെ ആയാലും അല്ലെങ്കിൽ സഹായിച്ചവരെയും സഹായിക്കാത്തവരെ എല്ലാം തോളിൽ ചവിട്ടിക്കയറി നിന്ന് സ്വന്തം വളർച്ചയും സ്വന്തം നേട്ടങ്ങളും മാത്രം, ആർക്കെന്ത് സംഭവിക്കുന്നു അത് ലോകം എങ്ങനെ കാണുന്നു എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ക്ലൈംബേഴ്സിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഇത്. അപ്പോൾ ലക്ഷണയുക്തമായിട്ടുള്ള ഒരു ക്ലൈംബറിനെയാണ് ഞാൻ ശശി തരൂരിൽ കാണുന്നത്. മുമ്പൊക്കെ ശശി തരൂർ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ ശ്രമിച്ചപ്പോൾ വളരെ ശക്തമായ അദ്ദേഹത്തിൻ്റെ വരവ് UDFന് ഗുണം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സർവ്വ സ്വീകാര്യത ഒരുപക്ഷെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ ഒരുപക്ഷെ മറ്റാരേക്കാൾ കൂടുതൽ നയിക്കാൻ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിന് കഴിഞ്ഞേക്കുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അന്ന് NSSും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും മർത്തോമ സഭ പോലെയുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകളും അല്ലെങ്കിൽ സഭകളും എല്ലാം തരൂരിനെ വല്ലാതെ അംഗീകരിക്കുകയും ആദരിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്തതാണ്. ചുവപ്പ് പരവതാനി വിരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആര് പരവതാനി വിരിക്കും? ഒരാളും പരവതാനി വിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ ലക്ഷ്മണരേഖ അദ്ദേഹം എത്രയോ മുമ്പേ കടന്നിരിക്കുന്നു. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്മൃതി തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, അടിയന്തരാവസ്ഥ ഒരു നല്ല കാര്യമായിരുന്നു എന്ന് നമ്മൾ ആരും പറയുന്നില്ല, ഒരാൾക്കും പറയാനും കഴിയില്ല. അതായത് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ അന്ധകാരമയമായൊരു കാലഘട്ടം തന്നെയായിരുന്നു ആ കുറഞ്ഞ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്നുള്ളതിൽ ഒരു സംശയമില്ല. അന്ന് ജനാധിപത്യ ധ്വംസനം വലിയ രീതിയിൽ നടന്നു. പ്രതിപക്ഷത്തെ നേതാക്കളെ അറസ്റ്റ് ചെയ്തു, ഭരണഘടന അട്ടിമറിക്കപ്പെട്ടു. അതുപോലെ ജനാധിപത്യ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് അതിലേറെ വീഴ്ചകളുണ്ടായിട്ടുണ്ട്. തുർക്ക്മാൻ ഗേറ്റിലെ ബുൾഡോസർ ഉപയോഗിച്ച് ആ ചേരി നിരത്തിയതും അതുപോലെ തന്നെ പാവപ്പെട്ടവർ ഓടിച്ചിട്ട് മുസ്ലിങ്ങൾ അടക്കമുള്ളവരെ ഓടിച്ചിട്ട് പിടിച്ച് വന്ധ്യംകരിച്ചതും അടക്കമുള്ള ഒട്ടേറെ നടപടികൾ ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത, ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആർക്കും ന്യായീകരിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് AK ആന്റണി പോലും അത് ഒരു AICC സമ്മേളനത്തിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിനകത്തും അങ്ങനെ ചിന്തിച്ചവരുണ്ടായിരുന്നു, തരൂർ മാത്രമൊന്നുമല്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ്, പറയുന്ന വ്യക്തി, തരൂരിന് എന്ത് യോഗ്യതയുണ്ട്? ഇപ്പം നമുക്കെല്ലാം അറിയാം, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് ജനാധിപത്യ അവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെടുന്നു. വർണ്ണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ, എല്ലാ തരത്തിലുമുള്ള വേർതിരിവുകളും വിവേചനങ്ങളും ഇന്ത്യ മുഴുവൻ നടക്കുകയാണ്. അതായത് എല്ലാ അർത്ഥത്തിലും മനുഷ്യാവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെടുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ പറഞ്ഞ പോലെ തകർക്കപ്പെടുന്നു. മണിപ്പൂരിലെ പോലെ ഒരുപാട് കൂട്ടക്കുരുതികൾ അരങ്ങേറുന്നു. ഇതെല്ലാം നടന്നിട്ടും
ഈ ഒരക്ഷരം മിണ്ടാൻ തരൂരെന്ന ജനാധിപത്യവാദി ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. മറിച്ച് സ്ഥാനത്തും അസ്ഥാനത്തും അസമയത്തും അനാവശ്യ ഘട്ടങ്ങളിലും എല്ലാം അദ്ദേഹം മോദി സ്തുതിയായിട്ട് മുന്നോട്ട് വരികയാണ്. പറയട്ടെ, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹം വലിയ മഹാനായ നേതാവാണ്, വലിയ കോൺഗ്രസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ സാധാരണ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാത്ത വലിയ വിധാനങ്ങളുള്ള കോൺഗ്രസ്സുകാരനായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷേ അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ട്, എഴുത്തുകാരനാണ്, ഒന്നാം തരം ഒറേറ്ററാണ്, ബഹുഭാഷാ പണ്ഡിതനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷേ ആ കഴിവുകൾക്ക് ഒപ്പം അല്പം വകതിരിവ്, ഇത്തിരി വിവേകം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ്സുകാർ ആഗ്രഹിച്ചു പോകുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.